കണ്ണൂർ പാനൂരിൽ തെയ്യം കെട്ടിനിടെ സംഘർഷം. ഇന്നലെ തെയ്യം ക്ഷേത്രമുറ്റത്ത് ഇറങ്ങുന്നതിനിടെയാണ് സംഭവം. കൂടത്തിൽ മടപ്പുഴയിൽ പോതിത്തിറ നടക്കുന്നതിനിടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം പാലിച്ചില്ലെന്നാരോപിച്ച് വോളണ്ടിയർമാരും തെയ്യം കാണാനെത്തിയവരും തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ അവസാനിച്ചത്. പോതിത്തെയ്യം, തിരുവപ്പന, വെള്ളാട്ടം അടക്കമുള്ള തെയ്യങ്ങൾ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്നു. ചേരിതിരിഞ്ഞുള്ള തല്ലിനിടെ ആളുകൾ തിരുവപ്പന തെയ്യത്തെ പിടിച്ചു തള്ളി. തമ്മിലടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന തെയ്യം കലാകാരന്റെ വീഡിയോ ദൃശ്യങ്ങളും കൂട്ടത്തല്ലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ആദായനികുതി റെയ്ഡിനെതിരെ നൽകിയ ഹർജി 2 ദിവസത്തിനു ശേഷം CJ റോയ് പിൻവലിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ ആദായനികുതി റെയ്ഡുമായി ബന്ധപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആദായനികുതി റെയ്ഡ് നടപടികൾക്കെതിരെ നൽകിയ ഹർജി CJ റോയ് 2 ദിവസത്തിനു ശേഷം പിൻവലിച്ചു. ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. കഴിഞ്ഞ ഡിസംബർ 3-ന് ആദായനികുതി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനെതിരെയായിരുന്നു ഹർജി. കൊച്ചിയിലെ ഉദ്യോഗസ്ഥർക്ക് ബംഗളൂരുവിൽ റെയ്ഡിന് അധികാരമില്ലെന്നാണ് ഹർജിയിലെ വാദം. റെയ്ഡിൽ രേഖകൾ പിടിച്ചെടുത്തത് അനധികൃതമാണെന്നും ഹർജിയിൽ CJ റോയ് വാദിച്ചിരുന്നു. ഡിസംബർ 16-നാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CJ റോയും കോൺഫിഡന്റ് ഗ്രൂപ്പിന് കീഴിലെ 8 കമ്പനികളുമാണ് കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഡിസംബർ 18-ന് തന്നെ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകി. വിശദമായ വാദത്തിന് മുമ്പേ ഹർജി പിൻവലിച്ചത് എന്തിനാണെന്ന് വ്യക്തമല്ല. ഹർജി പിൻവലിച്ചതോടെ കേസ് കോടതി തീർപ്പാക്കുകയായിരുന്നു. BJP ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി ദമ്പതികൾ. മകനെ ഓൺലൈൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് BJP ഭാരവാഹികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാരോപിച്ച് കുത്തിയിരിപ്പ് സമരവുമായി ദമ്പതികൾ. 10,58,000 രൂപ തട്ടിയെന്നാണ് ആരോപണം. ചേലാട് സ്വദേശി ജോർജ്, ഭാര്യ ബന്ധു എന്നിവരാണ് സമരം ചെയ്യുന്നത്. കേസ് ഒത്തുതീർപ്പിന് BJP നേതാക്കൾ വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട ഓഫീസിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണിയുമായാണ് കുടുംബം സമരം ചെയ്യുന്നത്. ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചേലാട് ആറ്റുപുറത്ത് AM ജോർജിന്റെ മകൻ ഉൾപ്പെട്ട പരാതി പരിഹരിക്കുന്നതിന് BJP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TS സുനീഷ് എന്നിവർ പലപ്പോഴായി 10,58,000 രൂപ വാങ്ങി. കഴിഞ്ഞ ജൂൺ മുതൽ നവംബർ വരെയാണ് പണം പലപ്പോഴായി വാങ്ങിയത്. കേസ് തീർക്കുന്നതിനായി സനൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയാണ് BJP നേതാക്കൾക്ക് പണം കൈമാറിയത്. നാലു മാസം പ്രായമായ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് 4 മാസം പ്രായമായ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബേക്കൽ ഹദ്ദാദ് നഗർ റസീന മൻസിലെ K മുഹമ്മദ് ഹനീഫയുടെ മകൻ ലിദാൻ ഫാർമിയാണ് മരിച്ചത്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചതെന്നാണ് വിവരം. മുലപ്പാൽ നൽകിയ ശേഷം കട്ടിലിൽ കിടത്തുകയായിരുന്നു. പിന്നീട് അനക്കമില്ലാതെ വന്നതോടെ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് തകർന്ന അപകടം, യുവാവിന്റെ ദാരുണാന്ത്യം. പാലക്കാട് കോങ്ങാട് സെപ്റ്റി ടാങ്കിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. പന്നിക്കോട് സ്വദേശി സുനിത്താണ് മരിച്ചത്. ആളൊഴിഞ്ഞ വീടിന്റെ സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് അപകടമുണ്ടായത്. ഇന്നലെയാണ് അപകടം സംഭവിച്ചത്. സുനിത്തിന്റെ വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു. ആടിന് നൽകാൻ പ്ലാവിലെടുക്കുന്നതിനായാണ് ഇയാൾ ആളൊഴിഞ്ഞ വീട്ടിലെ പ്ലാവിൽ കയറാൻ ശ്രമിച്ചത്. ഇതിനായി ഇയാൾ സ്ലാബിൽ ചവിട്ടുകയായിരുന്നു. ഉടനടി സ്ലാബ് തകരുകയും യുവാവ് സെപ്റ്റി ടാങ്കിൽ അകപ്പെടുകയുമായിരുന്നു.